ഷോ, ഈ സമയത്ത് ആരാണോ എന്തോ ക്ലിനിക്കിൽ പോവാൻ സമയമായി. അതേന്നേ, ഈ ആഹാര ടേബിളിലൊന്ന് വെക്കാമോ? അപ്പോഴേക്കും ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ ഞാനും ഓഫീസിൽ പോകാൻ ലേറ്റ് ആയിരിക്കല്ലേ. നീ ജൂലിയോട് പറ. ആ, അവരിവിടെ ഉണ്ടെങ്കിലല്ലേ. ഏതോ കേസ് നോക്കാൻ വേണ്ടി പോയേക്കുവാ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയതാ. വിട്ടേരെ, ഞാൻ തന്നെ നോക്കിക്കോളാം. ഏയ് നിക്ക്, നീ ഭക്ഷണം റെഡിയാക്ക്. ഡോറ് ഞാൻ തുറന്നോളാം. ആ, എന്നാ അത് ശരി. സരിത അവളുണ്ടാക്കിയ ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അവിടെ അനിയൻ മുകേഷും അതുപോലെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓ, ഇന്ന് ഉപ്പുമാവാണോ? ഓ, സത്തു സർബത്തും ഉണ്ടോ? ഓ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലത്. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടല്ലോ. നിങ്ങളുടെ ലിവർ നിന്നിരിക്കുക. നോക്കു മുകേഷ്, നീ ഇപ്പം നല്ല ആഹാരം കഴിച്ച് നല്ല ശക്തിയോടെ ഇരുന്നാൽ നിനക്ക് കൊള്ളാം. ശരി ശരി ചേച്ചി, എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് കഴിച്ചോളാം. അമ്മ, ഇന്ന അമ്മയും കൂടെ കഴിക്കുന്ന. ആ മോളെ, അല്ല രാകേഷ് എവിടെ പോയി? അദ്ദേഹം മെയിൻ ഡോർ നോക്കാൻ പോയതാണല്ലോ. ഞാൻ നോക്കട്ടെ ഒന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സരിത മെയിൻ ഡോറിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് രാകേഷ് അവിടെ വന്നു. അവന്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു. മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കണ്ട് സരിത അവനോട് ചോദിച്ചു, എന്തു പറ്റീന്നേ? എന്തു പറ്റി? ഇത് കോടതിയിൽ നിന്ന് വന്ന നോട്ടീസാ. ഇത് നിനക്കെതിരെ. എനിക്കെതിരെയോ? അതിന് ഞാനെന്താ ചെയ്തത്? എനിക്കൊന്നും തന്നേത്. സരിത അത് വാങ്ങിച്ചിട്ട് വളരെ കാര്യത്തോടെ വായിക്കാൻ തുടങ്ങി. ആ കത്ത് വായിച്ചപ്പോ തന്നെ സരിതയുടെ മുഖത്ത് ദേഷ്യഭാവം വന്നു. എന്നിട്ടവൾ ദേഷ്യത്തോടെ തന്നെ മുകേഷിന്റെ അടുത്തേക്ക് അങ്ങ് പോയി. ഇതെന്താണ് ശരിക്കും? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് എന്നോട് പ്രശ്നം? ഈ നോട്ടീസ് എന്താണ് ഇതിന്റെ അർത്ഥം? പുള്ളിക്കാരി വക്കീലെന്ന് പറഞ്ഞാൽ എന്തു ആവാന്നാ? ചേച്ചി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ആദ്യം ഞാൻ ആ കത്തൊന്ന് വായിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ തന്നെ വായിച്ചു പറയാം. നിങ്ങളുടെ ഭാര്യ എനിക്കിട്ട് വച്ചേക്കണ കേസ് എന്താണെന്ന്. ആദ്യം തന്നെ ഞാൻ ഹിറ്റ്ലറിനെ പോലെയാണ് പെരുമാറുന്നതെന്ന്. ഞാൻ അങ്ങനെയാണോ? അല്ല ചേച്ചി, തീർച്ചയായും അല്ല. അതെ. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചാ, ഞാൻ എല്ലാവരെയും ടോർച്ചർ ചെയ്യാന്ന്. രുചിയില്ലാത്ത ഭക്ഷണം ഞാൻ നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നു. അമ്മ പറ അമ്മ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ഡോക്ടർ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. ക്ലിനിക്കിൽ ചെന്നാ പേഷ്യൻസിനെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. വീട്ടിൽ വരുമ്പോ എന്നോടിങ്ങനെ. മോളെ, നീ ഇത്രേ വിഷമിക്കാതിരിക്കേ. അവള് നിന്നേക്കാളും ചെറുപ്പമല്ലേ. അവൾക്ക് തെറ്റുപറ്റിയതാ. അവള് വരട്ടെ, ഞാൻ സംസാരിക്കാം അവളോട്. അതിനൊന്നും ആവശ്യമില്ല അമ്മ. അമ്മയുടെ ഇളയ മരുമകൾക്ക് സംസാരിക്കണ്ട. നേരെ കോർട്ടിൽ കേസ് കൊടുത്താ മതി. എന്തെങ്കിലും ആവട്ടെ. ഇപ്രാവശ്യം ഞാനിതിന് ഉത്തരം കൊടുക്കാൻ തന്നെ പോവുകയാണ്. നോക്ക്, നാളെ നമ്മൾ കോർട്ടിൽ പോകും. എന്റെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവണം. പക്ഷേ സരിത, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എന്റെ ആത്മസമ്മാനം രക്ഷപ്പെടുത്തേണ്ടത് ഞാനാണ്. അങ്ങനെ രണ്ടുപേരുടെ ഇടയ്ക്ക് നല്ല മുട്ടം വഴക്കായി മാറി. ശരിക്കും സരിത ഒരു ഡോക്ടറാണ്. എന്നാൽ അവിടുത്തെ ഇളയ മരുമകളായ ജൂഹി ഒരു വക്കീലായിരുന്നു. അവൾക്ക് പണ്ടേ ഫാസ്റ്റ് ഫുഡായിരുന്നു ഇഷ്ടം. അതുകൂടാണ്ട് ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ശരിക്കും ഇത് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് സരിത ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചപ്പോഴായിരുന്നു. ചേട്ടത്തി, ഇതെനിക്ക് ഇഷ്ടമല്ലേ കറി. പിന്നെ ഈ ചപ്പാത്തി ഭയങ്കര കട്ടിയാ. അതെ, ഇത് മൾട്ടിഗ്രെയിൻ വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ ചൂടുകാലമല്ലേ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുന്നേ. ചേട്ടത്തി, പക്ഷെ ഇതൊരു രുചിയില്ല. എനിക്കിത് കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ കരുതിയത് എനിക്ക് ഇഷ്ടമുള്ള വല്ല ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു. കുഴപ്പമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. നിൽക്ക് ജൂഹി, ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആരും ഇവിടെ ഉണ്ടാക്കണ്ട. നിനക്കറിയാലോ മുകേഷ് ചേട്ടന്റെ കാര്യം. അറിയാം, ഫാറ്റി ലിവർ ഉണ്ടെന്ന്. പക്ഷെ അതിപ്പോ എല്ലാവർക്കും ഉള്ളതല്ലേ. ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാനും ഈ വീട്ടിലെ മരുമോള് തന്നെയല്ലേ. ഇവിടുത്തെ അടുക്കളയില് എനിക്കും അവകാശമില്ലേ ചേട്ടത്തിയെപ്പോലെ? ഇത് പറഞ്ഞിട്ട് ജൂഹി നേരെ അടുക്കളയിലോട്ട് പോയി അവൾക്ക് ഇഷ്ടമുള്ള ചൈനീസ് ഫുഡ് ഉണ്ടാക്കി. അതിനുശേഷം എപ്പോഴും രണ്ടുപേരുടെ ഇടയ്ക്ക് നല്ല മുട്ടൻ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. സരിത മൂത്ത മരുമകളാണ്. അതുകൊണ്ട് അതിന്റെ ഒരു അഹങ്കാരം അവൾക്കുണ്ട്. അത് കാരണം ജൂഹിയുടെ രീതി നോക്കി സരിതയ്ക്കെതിരെ ഒരു ചെറിയൊരു കേസ് അങ്ങ് കൊടുത്തു. ജൂഹി കൊടുത്ത പണി ഏറ്റെടുക്കാൻ സരിതയും തീരുമാനിച്ചു. എങ്ങനെയാണെങ്കിലും അവൾക്കിതിനേറ്റ് പണി കൊടുക്കുമെന്ന്. അപ്പോ മിസ്സസ് സരിത, പറയൂ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഫാമിലിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണേ? അതിന് അവകാശം എങ്ങനെ കിട്ടി? അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് മാഡം. ഞാൻ എന്റെ വീട്ടുകാരെ ടോർച്ചർ ചെയ്യാറില്ല. അതിന് പകരം ഞാൻ അവരെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്, അവർക്കൊരു അസുഖം പോലും വരാതെ. സരിത മാഡം ഉണ്ടാക്കുന്ന ഉപ്പുമാവ്, ഡോക്കല, ഇഡ്ഡലി ഇതൊക്കെ കഴിച്ച് എല്ലാവരുടെയും ടേസ്റ്റ് ബഡ് തന്നെ പോയെന്നാ അറിഞ്ഞത്. അപ്പോഴോ എല്ലാവർക്കും ആ വീട്ടിലിപ്പോ ജീവിക്കണമെന്നില്ല എന്നാണ്. ഷട്ട് അപ്പ്. ഇത് ശരിക്കും കള്ളമാണ് യുവർ ഓണർ.
നിങ്ങളെന്റെ ഭർത്താവിനെ, അമ്മായിയമ്മേനെയും എന്റെ അനിയനെ വിളിപ്പിച്ചോളൂ. അവര് പറയട്ടെ സത്യങ്ങൾ എന്താണെന്ന്. അതിനുശേഷം മുകേഷ്, രാകേഷ്, ലീലേനെയൊക്കെ വിളിപ്പിച്ചു. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. കാരണം 2 മരുമക്കളിൽ ഒരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്നേ ദിവസം രാത്രി, അമ്മ ഇത്രയും രാത്രി എന്തുപറ്റി, ഓക്കെ അല്ലേ? മോളെ, 4 മണിക്കൂറായിട്ട് മുകേഷിന്റെ വയറുവേദന കാരണം പെടയുകയാണവൻ. അയ്യോ, ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ലത്? അത് പിന്നെ മോളെ അതൊക്കെ വിടമ്മ, ഞാൻ പോയി നോക്കാം എന്താന്ന് വെച്ചാ. സരിത പോയി മുകേഷിനെ ചെക്കപ്പ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ, മുകേഷ് ഇന്നലെ എന്താണ് കഴിച്ചത് എന്ന് ഞാൻ ചോദിക്കില്ല. ഇനി അങ്ങോട്ട് എന്ത് കഴിക്കണം എന്ന് ആലോചിക്കാനായിട്ട് ഈ റിപ്പോർട്ടൊന്ന് വായിച്ചാൽ മതി. അപ്പൊ എല്ലാം മനസ്സിലാവും. ക്ലിനിക്കിന് പോണതിന് മുമ്പ് എനിക്ക് കോർട്ടിലോട്ടൊന്ന് പോണം. ചേട്ടത്തി അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കോർട്ടിൽ ഞാൻ കേസ് ചിലപ്പോൾ ജയിക്കും. പക്ഷെ ശരിക്കും ചേട്ടത്തിയാ ജയിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നത് തെറ്റ് തന്നെയാണ്. ചേട്ടത്തി പറയണ ശരി. ഈ വീട്ടിലെ അടുക്കളയില് ചേട്ടത്തി എന്തു പറയണോ അതേ ഉണ്ടാക്കുള്ളൂ. ജൂഹി പറഞ്ഞത് കേട്ട് സരിതയുടെ കണ്ണിലും കണ്ണുനീര് വന്നു. ജൂഹിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ പറഞ്ഞു, അല്ല, തെറ്റ് എന്റേതും കൂടെയാ. ഇന്നലെ കുടുംബക്കാരെ കോടതിയിൽ കയറ്റിയപ്പോ എനിക്ക് മനസ്സിലായി, കുടുംബത്തിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് സന്തോഷവും സ്നേഹവും കൂടെയാണ്. കുടുംബക്കാർക്കൊക്കെ സന്തോഷം നീ ഉണ്ടാക്കുന്ന ആഹാരം തന്നെയാ. അതുകൊണ്ട് ഇനി നമ്മുടെ കുടുംബത്തിന്റെ അടുക്കള നമ്മൾ 2 പേരും കൂടെ ചേർന്നായിരിക്കും നോക്കുന്നത്. ആഹാ, ഇതിനെയാണ് ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത്. മക്കളെ, പറയൂ, ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? സീതയെന്നും ഗീതയെന്നും പേരുള്ള 2 ഇരട്ടകളായ അനാഥർ അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. സീതയ്ക്കും ഗീതയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. പാവം അനാഥ കുട്ടികളുടെ ഇളയമ്മ ചഞ്ചല വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അവരെ 2 പേരെയും തികച്ചും വേലക്കാരികളായി മാത്രമാണ് അവൾ കണ്ടത്. എവിടെയായിരുന്നു 2 പേരും? എത്ര സമയമായി ബസാറിൽ സാധനം വാങ്ങാൻ പോയിട്ട്? ഇപ്പോഴാണോ വരുന്നത്? ഇളയമ്മേ, പുറത്ത് വലിയ മഴയായിരുന്നു, അതാ ഞങ്ങള് വൈകിയത്. ആ, പഞ്ചസാരക്ക് എന്ത് സംഭവിച്ചു? ഈ പഞ്ചസാര ഉറപ്പായി നനഞ്ഞിട്ടുണ്ടാവും. റേഷൻ കടക്കാരൻ തന്ന പഞ്ചസാരയുടെ സഞ്ചി പൊട്ടിയിരുന്നു ഇളയമ്മേ, നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയിൽ വെള്ളം കയറി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഇന്ന് നിങ്ങളെ ശരിയാക്കും. എത്ര നാശമാണ് വരുത്തിയത്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ കഞ്ഞിയിൽ പാറ്റിയിടാനാണോ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്? എനിക്ക് കഷ്ടം തന്ന് 2 ആളും മുകളിലേക്ക് പോയി. ചഞ്ചല, നിനക്കെന്താ ഒട്ടും ലജ്ജയില്ലേ? കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്പം മാന്യമായി പെരുമാറാൻ പഠിക്കേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താണ് വേണ്ടത്? എന്റെ വീട്ടിൽ പോണോ? ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചാൽ മതി നിങ്ങള്. ചഞ്ചല സീതയുടെയും ഗീതയുടെയും അടുത്ത് എപ്പോഴും കയർത്തുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ 2 കുട്ടികളും രാത്രിയുടെ ഇരുട്ടിൽ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് സങ്കടത്തോടെ ആണെങ്കിലും അവർ ആ വീട് വിടാനുള്ള തീരുമാനം എടുത്തു. ഇതാ, നമുക്കിവിടെ നിൽക്കണ്ട, ഇളയമ്മ വല്ലാതെ അടിക്കുന്നു. അതെ സീതേ, നീ പറയുന്നത് ശരിയാണ്, നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. സീതയും ഗീതയും രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടു പോയി. നടന്ന് ഒരു മരത്തിനടുത്തെത്തി. അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതായിരുന്നു. ഒരു ഉന്തുവണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സീത, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്, നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഇതാ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ ആരും ഒന്നും തരില്ല. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു പക്ഷെ തന്നാലോ? ശരി, വരൂ. സഹോദര, നിങ്ങളുടെ ബാഗിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. 2 പേരുടെ കയ്യിലും പൈസയുണ്ടോ? നോക്കൂ നോക്കൂ, 2 സഹോദരിമാരും ഒരുപോലെ ഉണ്ട്. ഇരട്ടകളാണെന്നാ തോന്നുന്നത്. അതെ, തോന്നുന്നത് ഇവർ തികച്ചും അനാഥരാണെന്നാണ്. സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. സൗജന്യമായി നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കൊണ്ടുവരൂ, അപ്പോൾ കഴിക്കാനും തരാം. ഉന്തുവണ്ടിക്കാരൻ അവരെ 2 പേരെയും വഴക്കു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഈ കുട്ടികൾക്ക് 2 വീതം പെറോട്ട ഉണ്ടാക്കി കൊടുക്ക. കുട്ടികളോട് ചുമ്മാ കയർക്കണ്ട, ഞാൻ പൈസ തരാം. നന്ദിയുണ്ട് അങ്കിൾ. നിങ്ങൾ ആരാണ് കുട്ടികളെ? അങ്കിൾ, എന്റെ പേര് സീത. ഇതെന്റെ കുഞ്ഞനിയത്തി ഗീത. ഞങ്ങളുടെ ഇളയമ്മ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനമ്മമാർ എവിടെയാ മക്കളെ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. ചെറുപ്പത്തിലെ ഞങ്ങൾ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഓ, ഓക്കെ, അതാണ് കാര്യം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ന്യൂഡിൽസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 20 പാക്കറ്റ് ഉണ്ട്. എങ്കിൽ അത് തരൂ. കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഓട്ടോറിക്ഷയിലിരിക്കെ.
ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല മക്കളെ. സീതയും ഗീതയും അയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി. ആ വ്യക്തിയുടെ പേര് രാജേഷ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നൂഡിൽസ് പാക്കറ്റ് കടകളിലും റെസ്റ്റോറന്റിലും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. സീതയും ഗീതയും അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ വേദന അനുഭവപ്പെട്ടു. എന്താണ് താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കാരണമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ പോകൂ അങ്കിൾ, വേഗം തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സീതയും ഗീതയും ഓട്ടോക്കാരന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോക്കാരൻ രാജേഷിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി അവർ രാജേഷിന്റെ ഭാര്യയെ ഫോൺ ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. കുറച്ചു സമയത്തിനു ശേഷം രാജേഷിന് ബോധം വന്നു. അതിനുശേഷം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. രാജേഷ് സീതയെയും ഗീതയെയും തന്റെ പത്നിക്ക് കാണിച്ചു കൊടുക്കുന്നു. താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സന്ധ്യ, നീ വിഷമിക്കണ്ട. ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാ. ഭാഗ്യത്തിനാ ഈ കുട്ടികളെ കിട്ടിയത്. ഇത് സീതയും ഗീതയുമാണ്. ഇവിടെ വരൂ മക്കളെ. ഇവരെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണോ? അതെ ആന്റി, എന്റെ പേര് സീത എന്നാണ്. ഇത് ഗീതയാണ്. അടുത്ത ദിവസം ഡോക്ടർ രാജേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. മുഴുവനായും റെസ്റ്റ് എടുക്കാൻ രാജേഷിനോട് ഡോക്ടർ പറഞ്ഞു. രാജേഷിന്റെ മനസ്സിൽ തന്റെ ജോലികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം അതോർത്ത് അസ്വസ്ഥനായിരുന്നു. സന്ധ്യ, ചരക്ക് വാങ്ങണം, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കടകളിലും ഡെലിവറി ചെയ്യുകയും വേണം. കേൾക്കൂ, ആദ്യം നിങ്ങളുടെ അസുഖം ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. താങ്കൾ ഇതൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ ആന്റിയോടൊപ്പം ഉണ്ടാകും. താങ്കളുടെ ജോലി അങ്ങനെ ഇല്ലാതാകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സീത പറഞ്ഞത് തികച്ചും ശരിയാണ്. താങ്കൾ പൂർണ്ണമായും വിശ്രമിക്കൂ. ഞങ്ങൾ ആന്റിയുടെ കൂടെ നൂഡിൽസ് ഡെലിവറി ചെയ്യാൻ പൊയ്ക്കൊള്ളാം. പിന്നെ നടന്നത് ഇതായിരുന്നു. സന്ധ്യ നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. സന്ധ്യയും സീതയും ഗീതയും കൂടി ആ നൂഡിൽസ് എല്ലാം ഡെലിവർ ചെയ്യാനായി പോകാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം സീത സന്ധ്യയോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നൂഡിൽസിന്റെ ഒരു സ്റ്റോൾ തന്നെ തുടങ്ങിക്കൂടാ? നമ്മൾക്ക് കുറെ തരത്തിലുള്ള നൂഡിൽസ് ഉണ്ടാക്കിയാൽ നല്ല കച്ചവടവും ഉണ്ടാകും. ഈ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ വരാത്തത്? ഇതൊരു നല്ല ഐഡിയ ആണ്. രാജേഷ്, ഞാനും ചിന്തിക്കുന്നു. സീതയും ഗീതയും പറഞ്ഞത് നല്ലതിനാണെന്ന്. നമുക്കൊരു നൂഡിൽസ് സ്റ്റോൾ തുടങ്ങാം. തീർച്ചയായും നമ്മുടെ കച്ചവടം നന്നാകും. ശരി സന്ധ്യ, പക്ഷേ അതിനൊരുപാട് പണിയുണ്ട്. രാവിലെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സ്റ്റോളിൽ എല്ലാ ദിവസം പോവുകയും വേണം. നിനക്ക് അതിനൊക്കെ പറ്റുമോ? താങ്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ എന്റെ കൂടെ സീതയെയും ഗീതയെയും പോലെ സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ സന്ധ്യ സീതയുടെയും ഗീതയുടെയും കൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നൂഡിൽസ് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കട വാടകയ്ക്കെടുത്തു. സീതയും ഗീതയും ഇരട്ട സഹോദരിമാരായിരുന്നു. ആൾക്കാർ അവരെ രണ്ടുപേരെയും ആ സ്റ്റോളിൽ സന്ധ്യയുടെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പതുക്കെ സ്റ്റോളിൽ കസ്റ്റമേഴ്സ് കൂടി വരുന്നു. പിന്നെ സന്ധ്യയുടെ നൂഡിൽസ് സ്റ്റോളിൽ നല്ല വരുമാനമുണ്ടാകാനും തുടങ്ങി. സന്ധ്യ, സീത, ഗീത, ഈ കുട്ടികൾ നല്ല ഭാഗ്യശാലികളാ. കണ്ടില്ലേ എനിക്ക് എന്തുമാത്രം ഭാഗ്യമാ കിട്ടിയിരിക്കുന്നതെന്ന്. രാജേഷിന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ അവർ നൂഡിൽസ് പാക്കറ്റിന്റെ സപ്ലൈയുടെ കൂടെ തങ്ങളുടെ സ്റ്റോളിലും നൂഡിൽസ് ഉണ്ടാക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് സന്ധ്യയെയും സീതയെയും ഗീതയെയും സഹായിക്കുന്നു. ഒരു ദിവസം സീതയുടെയും ഗീതയുടെയും ഇളയച്ചൻ അവരെ നൂഡിൽസ് സ്റ്റോളിൽ കണ്ടു. സീത, ഗീത, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചു മക്കളെ. എന്റെ മക്കൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചു പോയത്? ഇളയച്ച, ഞങ്ങൾ ഇളയമ്മയുടെ പ്രവൃത്തിയിൽ വളരെ വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു വന്നത്. ഇളയച്ച, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് അങ്കിളിനെയും ആന്റിയെയും കിട്ടി. ഇവരെ ഉപേക്ഷിച്ച് ഞങ്ങൾ വരില്ല. ഇവരാണ് ഞങ്ങൾക്കെല്ലാം. സീതയുടെയും ഗീതയുടെയും വാക്കുകൾ കേട്ട് രാജേഷിനും സന്ധ്യയ്ക്കും കരച്ചിൽ വന്നു. അങ്ങനെ ആ അനാഥ കുട്ടികളുടെ അച്ഛനമ്മമാരായി രാജേഷിനെയും സന്ധ്യയെയും കിട്ടി. മക്കൾക്ക് അനുഗ്രഹവും നൽകി അവരുടെ ഇളയച്ചൻ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ തിരിച്ചുപോയി. Thanks for watching.